പിന്നെ ഒരു ധാരാളം പറയാൻ ശ്രമിച്ചത്. എനിക്ക് അതുപോലെ അവരെ പോലെ അവിടെ ചെന്നിരിക്കുക എന്നുള്ളത് ഇപ്പോൾ എഴുതിയിട്ടൊന്നും കിട്ടാതൊക്കെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് ഡ്രോപ്പ് ചെയ്ത് വേറെ എല്ലാം ചെയ്യാം. ഒരു ദിവസം കൊണ്ടുവന്നില്ലെങ്കിൽ മിസ് നല്ല വഴക്ക് പറയുമായിരുന്നു. IBS നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ചേച്ചി എവിടെയാണ് പഠിച്ചത്. എല്ലാവരുടെ ഒരു ആഗ്രഹമായിരിക്കും ബാങ്കിൽ ഒരു ജോലി നേടുക എന്നുള്ളത്. അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള SBI ഒരു ജോലി നേടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച ഒരാളുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഹിമശ്രീയുടെ വീട്ടിലാണ്. സോ നമുക്ക് ഹിമശ്രീയുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. സോ ഇപ്പോൾ ഹിമശ്രീ, ഇപ്പോൾ ഈ വർഷത്തെ SBI PO എക്സാം ക്രാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഹിമശ്രീ നേടിയെടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് എത്തിച്ചേരാൻ ഹിമശ്രീ ഒരു ലോങ് ജേർണി തന്നെ എടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഹിമശ്രീയുടെ ആയിട്ടുള്ള സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻസ് ഹിമശ്രീയുടെ വർക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഹിമശ്രീയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹിമശ്രീയുടെ ആ യാത്ര, ആ ഒരു നീണ്ട യാത്ര എന്താണെന്ന് ജസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊരു ഗവൺമെൻറ് ജോലി നേടുക എന്നുള്ളത്. അതൊരു ബാങ്കിൽ തന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കുറേ കാലത്തെ ആഗ്രഹമാണ് എനിക്കൊരു നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത്. അതിപ്പം നേടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. പിന്നെ എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു സ്വപ്നമാണ് ബാങ്കിൽ ജോലി നേടുക എന്നുള്ളത്. അതിപ്പം ചെറുപ്പത്തിലേക്ക് ബാങ്കിൽ പോകുമ്പം അവിടെ അവർക്ക് കിട്ടുന്ന റെസ്പെക്റ്റും അവരുടെ പൊസിഷൻസൊക്കെ കാണുമ്പം എനിക്ക് അതുപോലെ അവരെ പോലെ അവിടെ ചെന്നിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് നേടാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനൊരു BTech സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ പാസ് ഔട്ട് ആയത് 2021 പാസ് ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞൊരു ജോലി എന്നുള്ളതാണ്. അപ്പം അന്നേരമാണ് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള പാഷൻ ബാങ്കിങ്ങിലോട്ട് തന്നെ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ബാങ്കിങ്ങിലേക്ക് വരുമ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴാണ് എനിക്കൊരു കസിനുണ്ട്. ചേച്ചി ഇപ്പം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് IBS നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ചേച്ചി എവിടെയാണ് പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ IBSലേക്ക് വന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അപ്പോഴാണ് കൊറോണ വന്നത്. അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, എങ്ങനെ ഒരു കോച്ചിങ്ങിന് പോകുമെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് IBS അവരുടെ ഓൺലൈൻ കോഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഞാൻ അവിടുത്തെ ലാലി മിസ് ത്രൂ ആണ് ഞാൻ ഇവിടുത്തെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തത്. മിസ്സാണ് എനിക്ക് ബാക്കിയുള്ള ഗൈഡൻസും കാര്യങ്ങളൊക്കെ തന്നത്. IBSലെ ക്ലാസ്സസ് ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബിബിൻ സാർ, ജോൺ സാർ, വിഷ്ണു സാറൊക്കെ ആയിരുന്നു ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അതിലെനിക്ക് വിഷ്ണു സാറിൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറിൻ്റെ ടീച്ചിങ് സ്റ്റൈലും സാറ് ഓരോ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ ഒരുപാട് നല്ലതായിരുന്നു. സാർ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവുകയുള്ളായിരുന്നു. ഓരോ ക്വസ്റ്റ്യനൊക്കെ ട്രഡീഷണൽ മെത്തേഡ് അല്ലാതെ ഷോർട്ട് കട്ട് വഴി നമുക്കെല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനെ പറ്റി പറയാനാണെങ്കിൽ അവർ നമുക്ക് ഡെയിലി ഓരോ അസൈൻമെൻ്റ് ഒക്കെ തരുമായിരുന്നു. നമ്മൾ ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിലിടണം, അതിന് ബാക്കിയുള്ളവരൊക്കെ ആൻസർ ചെയ്യണം, അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അതിൻ്റെ എഡിറ്റോറിയലൊക്കെ ബ്രീഫ് ചെയ്യാൻ പറയുമായിരുന്നു, അതിടണം. പിന്നെ സിനോണിംസ് ആന്റോണിംസ് നമുക്ക് അറിയാത്ത വാക്കുകളുടെ അതൊക്കെ എനിക്ക് വൊക്കാബൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് IBSലെ ഓൺലൈൻ ക്ലാസ് 2 ലെവലായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. Level 1 and Level 2. Level 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ബേസിക്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. Level 2 ടോപ്പിക്സ് ഒക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യും. ഇപ്പോൾ ഒരു കുട്ടി പുതിയതായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ Level 2 ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ അയച്ച് അങ്ങനെ നല്ല രീതിയിലൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. റെക്കോർഡഡ് ക്ലാസ്സസിനൊക്കെ നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ ക്ലാസ്സസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടേതായ മോക്ക് ടെസ്റ്റൊക്കെ നമുക്ക് ഡെയിലി ചെയ്യുമായിരുന്നു, സെക്ഷൻ വൈസ് അല്ലാതെ ഫുൾ ലെങ്ത് ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അത് നമ്മുടെ IBSൻ്റെ ഒരു വിജ്ഞാൻ ആപ്പ് ത്രൂ ആയിരുന്നു അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇതാണ് പ്രശോഭ ആൻറ്റിയാണ് എന്നെ +2 വരെ മാത്സ് ഒക്കെ പഠിപ്പിച്ചത്. എനിക്ക് മാത്സ് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് ആൻറ്റി പഠിപ്പിച്ചിട്ടാണ്. പിന്നെ ഒരു ധാരാളം പറയാൻ ശ്രമിച്ചത്. ഇന്ന് പഠിക്കുന്ന കാലം മുതലേ നല്ല മിടുക്കിയായിരുന്നു. ഇപ്പോൾ ഇത്രയും വലിയൊരു വിജയം നേടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ഇപ്പോൾ ഹിമശ്രീ പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ഹിമശ്രീ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത് അല്ലേ. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 4 മാസത്തോളം കണ്ടായിരുന്നു ഹിമശ്രീ ഓൺലൈൻ ക്ലാസ്സിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കോവിഡൊക്കെ മാറി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം പഴയ പോലെ ആയി.
എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് പിന്നെ ഓഫ്ലൈനിലേക്ക് ചേഞ്ച് ചെയ്യായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും പിന്നീട് ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഹിമസ്ട്രിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ IBS പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിലാണെങ്കിലും അല്ലെങ്കിൽ ഫെസിലിറ്റീസിലാണെങ്കിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ അവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഹിമസ്ട്രിയുടെ സ്റ്റഡിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും രീതികളും എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് ഷെയർ ചെയ്തോ. ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് വരുമ്പം ആദ്യമായിട്ടുണ്ടായിരുന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്നും രാവിലെ ഡെയിലി 1 hour മോക്ക് ഇടുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞായിരുന്നു ക്ലാസ്സസ് ഒക്കെ. ഉച്ചവരെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഫ്രണ്ട്സ് എല്ലാം കൂടെ വർക്കൗട്ട് ചെയ്യും, നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതിൽ തന്നെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം നിഖിൽ സാറാണ് എനിക്ക് GA പ്രിപ്പയർ ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തത്. സാറ് ഡെയിലി കണ്ടപ്റ്റസിനെ പറ്റി എല്ലാം വന്ന് ക്ലാസ് എടുക്കും. പിന്നെ ഡെയിലി നമുക്ക് GAയുടെ തന്നെ ഒരു ക്വിസ് ഉണ്ട്. അത് വീക്കിലി ഉണ്ട്, ഡെയിലി ഉണ്ട്. ഡെയിലി മന്ത്ലി പിന്നെ എക്സാം നടത്താറുണ്ടായിരുന്നു. അത് എനിക്ക് എക്സാമിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് GA തന്നെയാണ്. അത് നിഖിൽ സാറിന് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ടോപ്പിക്കൊക്കെ തറായി കഴിഞ്ഞ് പിന്നെ റിട്ടേൺ പ്രാക്ടീസ് സെഷനായിരുന്നു. അന്നേരം അപ്പം നമുക്ക് കുറേ ഡൗട്ട്സൊക്കെ ഉള്ളതെല്ലാം നമുക്ക് അഖില മിസ്സായിരുന്നു ക്ലിയർ ചെയ്ത് തരുന്നത്. QAയുടെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം മിസ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഈ വിജയത്തിൽ മിസ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഹരിത മിസ്സിനെ പറ്റിയാണ്. മിസ്സ് ഇംഗ്ലീഷിന് ഒരു പ്രത്യേക ബുക്ക് തന്നെ വെക്കുന്നുണ്ടായിരുന്നു എഡിറ്റോറിയൽ സെഷന് വേണ്ടിയിട്ട്. നമ്മൾ സിനോണിംസ് ഡെയിലി കൊണ്ടുവരണം. ഒരു ദിവസം കൊണ്ടുവന്നില്ലെങ്കിൽ മിസ്സ് നല്ല വഴക്ക് പറയുമായിരുന്നു. അത് എന്നെ വൊക്കാബിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡെയിലി ഞങ്ങൾ ഈ സെലക്ഷൻ ആകുന്നതിനും വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കറണ്ട് അഫയേഴ്സ് ഡെയിലി ആദ്യമൊക്കെ അങ്ങ് കറണ്ട് അഫയേഴ്സ് വന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ ഓരോ ദിവസത്തത് വായിക്കാനൊക്കെ പറയുമായിരുന്നു. അങ്ങനെ നമുക്ക് ഒരാൾക്ക് കിട്ടാത്തത് വേറൊരാളിൽ നിന്ന് കിട്ടി. അങ്ങനെ ഒരുപാട് നല്ലതായിരുന്നു അതൊക്കെ. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് വിജയ മിസ്റ്റോടാണ്. ആദ്യമൊക്കെ പ്രിലിംസൊക്കെ കുറേ എഴുതിയിട്ടൊന്നും കിട്ടാതൊക്കെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് ഡ്രോപ്പ് ചെയ്ത് വേറെ വല്ലതും ചെയ്യാം, എന്നെക്കൊണ്ടിത് പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കുറച്ചാണ് വീട്ടിൽ ഇരുന്നായിരുന്നു. അപ്പോൾ അന്ന് മിസ്സായിരുന്നു ഡെയിലി വിളിച്ച് എന്നെക്കൊണ്ടിത് പറ്റും, നീ ചെയ്യണം എന്ന് പറഞ്ഞ് മിസ് ഭയങ്കര മോട്ടിവേഷൻ തന്നാണ് ഞാൻ പിന്നെ ഇവിടെ തിരിച്ചു വന്നത്. എനിക്ക് ഒരുപാട് നന്ദി മിസ്സിനോട് പറയാനായിട്ട്. സ്കൂളിൽ പഠിച്ചപ്പോഴേ മിടുക്കിയായിരുന്നു പഠിക്കാൻ. കോളേജിൽ ചേർന്നപ്പോഴും നല്ലപോലെ എല്ലാം പഠിച്ചു വന്നു. അത് കഴിഞ്ഞ് MTech ഇനി ചേരാനും MBAക്ക് ചേരാനും എന്തെങ്കിലും ഒന്നിന് ചേരാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നതാണ് ഇഷ്ടം. അങ്ങനെ അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം IBS ചേരുകയും അവളുടെ ചിട്ടയായ പരിശീലനത്തിലൂടെ അവളത് നേടിയെടുക്കുകയും ചെയ്തു. അവിടെ പഠിപ്പിച്ച അധ്യാപകർക്കും IBSനും വളരെ നന്ദിയുണ്ട്. ഇപ്പോൾ ഹിമശ്രീ തന്നെ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിച്ചു. അപ്പോൾ ഇതുപോലെ ഒരുപാട് കുട്ടികൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ ഹിമശ്രീയാണ് ഇപ്പോൾ ഇവിടെ ഒരു അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിമശ്രീ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുള്ള രീതിയിലൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ആളാണ്. അതിനെല്ലാം അഡ്വാൻറ്റേജ് ഹിമശ്രീക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഹിമശ്രീ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഹിമശ്രീയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും അഡീഷണലി എന്തെങ്കിലും ഒരു എഫേർട്ട് ഇതിട്ടിട്ടുണ്ടായിരിക്കണമല്ലോ. സോ അതുകൊണ്ടായിരിക്കണമല്ലോ ഒരു സ്പെഷ്യൽ റിസൾട്ട് ഹിമശ്രീക്ക് കിട്ടിയത്. അപ്പോൾ എന്തായിരുന്നു ഹിമശ്രീ സ്വന്തമായിട്ട് ഫോളോ ചെയ്ത ഒരു സ്ട്രാറ്റജി എന്നൊന്ന് നമുക്ക് പറയാം. സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഡെയിലി 3 മോക്ക് വീതം ചെയ്യുമായിരുന്നു. പിന്നെ മെയിൻസിൻ്റെ വീക്ക്ലി ട്വൈസ് മോക്ക് ചെയ്യുമായിരുന്നു. പിന്നെ QA ഒക്കെ പറയുകയാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഒക്കെ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് സ്പീഡാക്കിക്കൊണ്ട് അതെനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് അത് എക്സാമിന് വരുമ്പോൾ അത് ആദ്യമേ സ്പീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് വേർഡ് പ്രോബ്ലത്തിൽ വരുമ്പം അതിൽ കൂടുതൽ ടൈം കണ്ടെത്തി അത് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതിപ്പോൾ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇവിടെ ആദ്യം വന്നപ്പോൾ തന്നെ നമ്മളെ 20 വരെയുള്ള ടേബിൾ ഫുൾ പഠിപ്പിക്കുമായിരുന്നു. അത് ഫുൾ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ കയറാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്ക്വയർ ആണെങ്കിൽ 50 വരെ പഠിക്കണമായിരുന്നു. പിന്നെ ക്യൂബ് 25 വരെ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാർ ഇവിടെ നിങ്ങൾക്ക് വിഷ്ണു സാർ ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് എക്സാമിന്. ഈ അവസരത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഇതിലേക്ക് എനിക്ക് അച്ചീവ് ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻ്റെ പേരൻസ്, എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ IBSലെ ഫാക്കൽറ്റീസ് എല്ലാവരുമാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്സ് അലോട്ട്.